أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, മാന്യ സഹോദരരെ, സഹോദരിമാരെ, അഹമ്മദിയ ജമാഅത്ത് എന്നറിയാത്ത ചിലർ ശ്രോതാക്കളിൽ ഉണ്ടാവാം. അവരിന്ന് ആദ്യമായി ഇങ്ങനെ ഒരു സദസ്സിൽ വരുന്നുണ്ടായിരിക്കും. പല തെറ്റിദ്ധാരണകളും വെച്ച് പുലർത്തുന്നവരും ഉണ്ടാകും. ദൈവിക പ്രസ്ഥാനത്തെ പറ്റി അങ്ങനെ പല തെറ്റിദ്ധാരണകളും ഉണ്ടാകുമല്ലോ. എന്നാൽ ചുരുക്കത്തിൽ ഞാനൊന്ന് പരിചയപ്പെടുത്താം. അഹമ്മദിയ ജമാഅത്ത് ഒരു ഇസ്ലാമിക പ്രസ്ഥാനമാണ്. സമാധാന സന്ദേശമായ ഇസ്ലാമിനെ സമാധാനമാർഗത്തിൽ കൂടി മുഴുവൻ ലോകത്തും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദൈവിക ഏർപ്പാടാണ് അഹമ്മദിയ ജമാഅത്ത്. ഹദരത്ത് മിർസാ ഖുദാം അഹമ്മദ് അലൈഹിസ്സലാമാണ് അതിന്റെ സ്ഥാപകർ. അദ്ദേഹത്തിന്റെ സ്വദേശം പഞ്ചാബിലാണ്. 1908 അദ്ദേഹം ചരമം പ്രാപിച്ചു. അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെടുന്ന ഖലീഫമാർ ആണ് ഈ ജമാഅത്തിനെ നയിക്കുന്നത്. ഇന്ന് ലോകത്ത് മതസ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുന്ന മിക്ക രാജ്യങ്ങളിലും അഹമ്മദിയ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. 1 കോടിയിലധികം ജനങ്ങൾ ഇന്ന് ലോകത്ത് അഹമ്മദിയ ജമാഅത്തിൽ ഉണ്ട്. ഇസ്ലാം അല്ലാതെ അതിന് ഒരു മതമില്ല. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായ ഖുർആൻ തന്നെയാണ് അഹമ്മദിയ ജമാഅത്തിന്റെയും പ്രമാണം. ഖുർആനിന് വ്യാഖ്യാനമായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചില ചര്യകളും ആധാരമാണ്. ഖുർആനിൽ അല്ലാഹു പറയുന്നു സൂറത്തുൻ നിസായിൽ, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീല. വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുവിൻ, റസൂലിനെയും അനുസരിക്കുവിൻ, നിങ്ങളിൽ നിന്നുള്ള ശാസനയുടേവരെയും അനുസരിക്കുവിൻ. നിങ്ങൾ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളിൽ വല്ല കാര്യത്തിന് ഭിന്നാഭിപ്രായം ഉണ്ടാകുന്ന പക്ഷം ആ കാര്യത്തെ നിങ്ങൾ അല്ലാഹുവിലേക്കും റസൂലിലേക്കും തിരിക്കുകയും അതാണ് നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള മാർഗം. അതാണ് ഏറ്റവും നല്ല ഗുണപര്യവസായിട്ടുള്ളത്. ഇത് തന്നെയാണ് അഹമ്മദിയ ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ തത്വം. അതായത് അല്ലാഹുവിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക, ഉലുൽ അംറിനെ അനുസരിക്കുക. ഉലുൽ അംർ എന്ന് പറഞ്ഞാൽ ശാസനയുടേവർ എന്നാണ് അതിന്റെ അർത്ഥം. അതായത് സത്യവിശ്വാസികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അവരിൽ തന്നെ ഒരു നേതാവ് ഉണ്ടായിരിക്കണം, അവർക്ക് സംഘം ഉണ്ടായിരിക്കണം. ആ സംഘത്തിന്റെ തലവൻ ഇമാം, അതായത് ഖലീഫയായിരിക്കും. അദ്ദേഹമാണ് ഒന്നാമത്തെ ഉലുൽ അംർ, ശാസനയുടേവർ. ഖുർആനിലെ ഈ കൽപ്പന അനുസരിച്ച് ഞങ്ങൾ ജീവിക്കുന്നു. അല്ലാഹുവിനെ അനുസരിക്കുന്നു, റസൂലിനെ അനുസരിക്കുന്നു, ഉലുൽ അംറായിരിക്കുന്ന ഖലീഫയെയും ഞങ്ങൾ അനുസരിക്കുന്നു. ഒരു വസ്തുത തുറന്നു പറയാം. ഇന്ന് ഖലീഫയെ അനുസരിക്കുന്ന, അതായത് ഉലുൽ അംറിനെ അനുസരിക്കുന്നതായ ഒരു വിഭാഗം മുസ്ലിം ലോകത്ത് അഹമ്മദിയ ജമാഅത്തല്ലാതെ മറ്റാരുമില്ല എന്ന്. മുസ്ലിംകളിൽ ഇന്ന് പല അവാന്തര വിഭാഗങ്ങളുമുണ്ട്, പല സംഘങ്ങളും സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നു എന്നവർ പറയുന്നു. അവർക്ക് ഒരു ഖലീഫയില്ല, ഒരു ആത്മീയ നേതാവില്ല എന്നത് ഒരു പരമാർത്ഥമാണ്. അതായത് ചോദ്യം ചെയ്യപ്പെടാത്ത വിധത്തിൽ അനുസരിക്കപ്പെടുന്നതായ ഒരു നേതാവ് ഉണ്ടായിരിക്കണം. ഉലുൽ അംർ എന്നാണ് ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞിട്ടുള്ളത്. ആ ഉലുൽ അംർ ആണ് ഖലീഫ. ആ ഖലീഫ ഇന്ന് അഹമ്മദിയ ജമാഅത്തിലുണ്ട്.
അങ്ങനെയുള്ള ഒരു ആത്മീയ നേതാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന അഥവാ ഭരിക്കപ്പെടുന്ന ഒരു സംഘമാണ് അഹമ്മദിയ ജമാഅത്ത്. അതിന്റെ അടിസ്ഥാന പ്രമാണം ഖുർആനാണ് എന്ന് ഞാൻ പറഞ്ഞു. ഖുർആനിന് ഉപോത്ബലകമായി അതിന്റെ വ്യാഖ്യാനമായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയും സുന്നത്തും. നബി തിരുമേനിയുടെ വഫാത്തിന് ശേഷം, ചരമം പ്രാപിച്ചതിന് ശേഷം ഖലീഫമാർ ഉണ്ടായിരുന്നു. ആദ്യത്തെ 4 ഖലീഫമാർ ഇസ്ലാമിൽ ആധാരപുരുഷന്മാരാണ്. ഖുലഫാഉർ റാഷിദീങ്ങൾ എന്ന് പറയുന്നു. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും എന്നീ മഹാത്മാക്കൾ. ആ ഖുലഫാഉർ റാഷിദീങ്ങളെ സ്വീകരിക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് ഇസ്ലാമിന്റെ ഘടകമാണ്. ഞങ്ങൾ ഖുലഫാഉർ റാഷിദുകളെ വിശ്വസിക്കുന്നു, അവരെ അനുസരിക്കുന്നു. അതിനുശേഷം വന്ന മറ്റ് അസ്ഹാബിമാരെയും താബിഈങ്ങളെയും താബിഈങ്ങളെയും ഇമാംകളെയും എല്ലാം ഞങ്ങൾ പിന്തുടരുന്നു, അനുസരിക്കുന്നു. ഈ പറഞ്ഞതിന്റെ താല്പര്യം അവരെല്ലാവരെയും ഞങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്നു എന്നല്ല. അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ സാധ്യമല്ലല്ലോ. കാരണം സഹാബാക്കളിൽ തന്നെ, നബി തിരുമേനിയുടെ സഹാക്കളിൽ തന്നെ ശാഖാപരമായ ചില വിഷയങ്ങളിൽ, അതായത് ഖുർആനെയും സുന്നത്തിനെയും വ്യാഖ്യാനിക്കുന്ന കാര്യത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുമ്പോൾ പിന്നെ അവിടെ അരക്ഷിതാവസ്ഥയാണല്ലോ ഉണ്ടാവുക. എല്ലാവർക്കും അടിസ്ഥാനമായിട്ടുള്ളത് പരിശുദ്ധ ഖുർആനും നബി തിരുമേനിയുടെ സുന്നത്തുമാണ്. അതാണ് ഞങ്ങൾക്ക് അടിസ്ഥാനപരമായിരിക്കുന്ന പ്രമാണം, ആധാരം. അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ എന്ത് വേണം? അതിന്റെ പ്രതിവിധിയും ഞാൻ കേൾപ്പിച്ച ഖുർആൻ സൂക്തത്തിൽ തന്നെ പറയുന്നു. ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. മറ്റൊരു കാര്യത്തിലും നിങ്ങൾ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ നിങ്ങൾ ആ കാര്യത്തെ അല്ലാഹുവിങ്കലേക്കും റസൂലിങ്കലേക്കും തിരിക്കുകയും. ഇപ്പൊ ഭിന്നാഭിപ്രായം ഉണ്ടാകാം ഇസ്ലാമിക നിയമങ്ങളിൽ, അത് ശാഖാപരമായിരിക്കുന്ന കാര്യങ്ങളിൽ വ്യാഖ്യാന സംബന്ധമായ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവാം. അങ്ങനെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്ന പക്ഷം അതിനെങ്ങനെയാ അതിന് തീരുമാനം കൽപ്പിക്കേണ്ടത്? ഖുർആനുമായും നബി തിരുമേനിയുടെ സുന്നത്തുമായും അതിനെ തട്ടിച്ചു നോക്കുക. അതിന്റെ വെളിച്ചത്തിലാണ് അതിന് തീരുമാനം കൽപ്പിക്കേണ്ടതെന്ന്. ഇത് തന്നെയാണ് ഞങ്ങളുടെ ഉസൂൽ, അതായത് അടിസ്ഥാനപരമായിരിക്കുന്ന തത്വം അത് തന്നെയാണ്. ഇപ്പൊ ഖുർആനും സുന്നത്തും. പക്ഷേ ശാഖാപരമായ കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന പക്ഷം ഖുർആനും സുന്നത്തുമായി ആ കാര്യത്തെ തട്ടിച്ചു നോക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ തീരുമാനം കൽപ്പിക്കും. അതാണ്. അങ്ങനെ തീരുമാനം കൽപ്പിക്കുന്നതിനുള്ള ഉലുന്നമ്രായിരിക്കുന്ന ഒരു നേതാവ്, അതും അഹമ്മദിയ ജമാഅത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അഹമ്മദിയ ജമാഅത്ത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിംകൾക്ക് വേഗം മനസ്സിലാകും. അത് ഷിയാക്കളല്ല എന്ന്. ലോകാടിസ്ഥാനത്തിൽ മുസ്ലിംകൾ 2 വിഭാഗമാണല്ലോ, ഷിയ, സുന്നി എന്ന്. അപ്പൊ അഹമ്മദിയ ജമാഅത്ത് ഷിയ വിഭാഗത്തിൽപ്പെട്ടവരല്ല. ഷിയാക്കൾ ആദ്യത്തെ 3 ഖലീഫമാരെ അനുസരിക്കുന്നില്ല. ഞങ്ങൾ 3 ഖലീഫമാരെയും 4ാം ഖലീഫയെയും ഞങ്ങൾ അനുസരിക്കുന്നു. അപ്പൊ ഇസ്ലാമിലെ ആദ്യത്തെ ഖലീഫമാരെ എല്ലാം ഞങ്ങൾ അനുസരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞതിന് മറ്റർത്ഥം കൂടിയുണ്ട്. സുന്നത്ത് എന്ന വാക്കിന്റെ അർത്ഥം ചര്യ എന്നാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യ, ആ ചര്യയിൽ ജീവിക്കുന്നവരാണ് ഞങ്ങൾ. ആകയാൽ അഹ്ലു സുന്നത്താണ്. നബി തിരുമേനിയുടെ ചര്യ എന്തായിരുന്നു? ഇസ്ലാമാകുന്ന ഈ സത്യസന്ദേശത്തെ സമാധാനപരമായിരിക്കുന്ന മാർഗത്തിൽ മുഴുവൻ ലോകത്തും പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ആ പാരമ്പര്യത്തിൽ മുഴുവൻ ലോകത്തും ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നു എന്നത് ഞങ്ങളുടെ പ്രധാനമായിരിക്കുന്ന പരിപാടിയാണ്. അപ്പൊ ഞങ്ങൾ അഹ്ലു സുന്നത്താണ്. നബി തിരുമേനിയുടെയും സഹാക്കളുടെയും പ്രധാന പ്രവൃത്തി എന്തായിരുന്നു എന്ന കാര്യം ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അനാ വമനിത്തബഅനി എന്ന് പറയുക, ഇത് എന്റെ മാർഗമാണ്. അദ്ഉ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിങ്കലേക്ക് വിളിക്കുന്നു. അതായത് ദൈവമാർഗത്തിലേക്ക് ഞാൻ ജനങ്ങളെ ക്ഷണിക്കുന്നു. അലാ ബസീറത്തിൽ, ഉൾക്കാഴ്ചയോടുകൂടെ, യുക്തിബോധത്തോടുകൂടി. അനാ വമനിത്തബഅനി, ഞാനും എന്നെ പിന്തുടർന്നവരും. ഇപ്പൊ നബിയുടെയും ഇവിടെ അനുചരന്മാരുടെയും പരമപ്രധാനമായ പ്രവർത്തനം ജനങ്ങളെ സത്യമാർഗത്തിലേക്ക്, ദൈവമാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതായിരുന്നു എന്ന്. അഹമ്മദിയ ജമാഅത്തിന്റെ പ്രധാന പരിപാടി അത് തന്നെയാണ്, ദൈവമാർഗത്തിലേക്ക് ലോകത്തെ ക്ഷണിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് നബി തിരുമേനിയുടെ ചര്യ, സുന്നത്ത് എന്നുള്ളത്. ആകയാൽ അഹമ്മദിയ ജമാഅത്ത് അഹ്ലു സുന്നത്താണ്.
വൽ ജമാഅത്ത് ആണ്. അതായത് ജമാഅത്ത്, ഒരു സംഘത്തെ പറ്റി ജമാഅത്ത് എന്ന് പറയണമെങ്കിൽ അതിന് തലപ്പത്ത് ഖലീഫ ഉണ്ടായിരിക്കണം. ജമാഅത്ത് എന്ന വാക്ക് ഇസ്ലാമിലെ ഒരു സാങ്കേതിക പ്രയോഗമാണ്. ഏതെങ്കിലും ഒരു സംഘം ഉണ്ടായാലാണ് ജമാഅത്ത് എന്ന് പറയില്ല. ജമാഅത്ത് ആകണമെങ്കിൽ ആ ജമാഅത്തിനെ നയിക്കുന്നത് ഒരു ആത്മീയ നേതാവ്, ഇമാം ആയിരിക്കണം, ഖലീഫ ആയിരിക്കണം. ഖലീഫ എന്ന് പറഞ്ഞാൽ നബിയുടെ പിന്തുടർച്ചയിൽ വരുന്ന ആത്മീയ നേതാവ് ആയിരിക്കണം. ആ ആത്മീയ നേതാവ് തിരഞ്ഞെടുക്കപ്പെടുന്നവരായിരിക്കും. ചിലപ്പോൾ ദൈവികമായി നേരിട്ട് നിയമിക്കപ്പെടുന്നവരും ഉണ്ടാകും, തിരഞ്ഞെടുക്കപ്പെടുന്നവരും ഉണ്ടാകും. അവർക്ക് സാങ്കേതികമായി ഖലീഫ എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഖലീഫ അഹമ്മദിയ ജമാഅത്തിൽ ഉണ്ട്. ഈ അഹമ്മദിയ ജമാഅത്ത് അല്ലാതെ മറ്റ് ഒരു സംഘത്തിലും മറ്റൊരു വിഭാഗത്തിലും ഖലീഫ ഇല്ല എന്നത് ഒരു പ്രത്യേകതയാണ്. അപ്പൊ ആകയാൽ ഞങ്ങൾ വൽ ജമാഅത്ത് എന്ന വാക്കിനും ആ വിശേഷണത്തിനും ഞങ്ങൾ അർഹരാണ്. അതൊരു സുന്നത്തി വൽ ജമാഅത്താണ്. ഇസ്ലാമിലെ ഇതര വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഒരു പരമാർത്ഥമാണ്, അവർക്ക് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയാനുള്ള അർഹതയില്ല എന്നുള്ളത്. കാരണം അവരിൽ നബി തിരുമേനിയുടെ ചര്യയായിരിക്കുന്ന പ്രധാന സുന്നത്ത് അതില്ല. അപ്രകാരം തന്നെ ജമാഅത്ത് എന്ന് പറയപ്പെടാൻ അർഹതയില്ല. കാരണം അതിന്റെ തലപ്പത്ത് ഇമാം, ഒരു ഖലീഫ ഇല്ല എന്നുള്ളതാണ്. ഖലീഫ എന്ന് പറയുമ്പോൾ ചില തെറ്റിദ്ധരിക്കും, എന്താ ഖലീഫ എന്ന് പറഞ്ഞാൽ? ഖലീഫ എന്ന് പറഞ്ഞാൽ ഭരണാധികാരം വേണം ഖലീഫ, എങ്കിൽ മാത്രമേ ഖലീഫ ആവൂ. അത് തെറ്റിദ്ധാരണയാണ്. ഖലീഫ എന്ന് പറഞ്ഞാൽ നബിയുടെ ആത്മീയ പ്രതിനിധി എന്നാണ് എന്റെ താല്പര്യം. ഒരു നബി, ഒരു പ്രവാചകൻ ജന്മം പ്രാപിച്ചാൽ ആ പ്രവാചകന്റെ ആത്മീയ പ്രാതിനിധ്യം വഹിച്ചുകൊണ്ട് ഒരു നേതാവ് എഴുന്നേൽക്കുന്നു. ഒന്നുകിൽ ദൈവികമായി എഴുന്നേൽപ്പിക്കപ്പെടുന്നു, അഥവാ വിശ്വാസികളുടെ സമൂഹം അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നു. ദൈവം തന്റെ പ്രവൃത്തിയുണ്ട് അവരെ അംഗീകരിക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാണ് സാങ്കേതികമായി ഖലീഫ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഖലീഫയാണ് ഇന്ന് അഹമ്മദിയ ജമാഅത്തിലുള്ളത്. അപ്പം അല്ലാതെ ഭരണമുണ്ടെങ്കിൽ മാത്രമേ ഖലീഫയാകൂ എന്നില്ല. ഭരണമുണ്ടാവാം, പ്രവാചകന് ഭരണമുണ്ടാവുക എന്നുള്ള നിർബന്ധമില്ല. ലോകത്തവതീർണരായ പ്രവാചകന്മാരിൽ പലർക്കും ഭരണാധികാരം ഉണ്ടായിരുന്നില്ല, അത് ഭൗതിക ഭരണം ഉണ്ടായിരുന്നില്ല. ഭൗതിക ഭരണം ഒരു രണ്ടാം കാര്യമാണ്, അതുണ്ടാവാം, ഇല്ലാതിരിക്കുകയും ചെയ്യാം. ഭൗതിക ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടി അള്ളാഹു ഒരു പ്രവാചകനെ നിയോഗിച്ചേക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം പ്രവാചകൻ ഇല്ലാതെ തന്നെ ഭരണം സ്ഥാപിക്കപ്പെടുന്നു. പല ഭൗതിക പ്രസ്ഥാനങ്ങളുമുണ്ട്, അവരും ഭരണം സ്ഥാപിക്കുന്നു. പല നേതാക്കന്മാരും ഭരണം സ്ഥാപിക്കുന്നു. അപ്പൊ ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടി അള്ളാഹു ഒരു പ്രവാചകനെ നിയോഗിച്ചേക്കേണ്ട ആവശ്യമില്ല. പ്രവാചകന്മാരുടെ വരവിന്റെ ഉദ്ദേശം മനുഷ്യരെ ശുദ്ധീകരിക്കുക, ദൈവവുമായി ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രവാചകന്മാരുടെ സന്ദേശത്തിന്റെ രത്നച്ചുരുക്കം ഇതാണ്: സൃഷ്ടാവും സൃഷ്ടികളും തമ്മിൽ ബന്ധം ഉണ്ടാക്കി തീർക്കുക. അപ്രകാരം തന്നെ മനുഷ്യൻ സമസൃഷ്ടികളുമായി നല്ല ബന്ധം പുലർത്തുക എന്നുള്ളതാണ്. മറ്റൊരു പ്രകാരത്തിൽ പറഞ്ഞാൽ മനുഷ്യനെ സ്നേഹിക്കുക, സേവിക്കുക എന്നുള്ളതാണ്. ഈ കാര്യം പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രവാചകന്മാർ നിയുക്തരാകുന്നത്. അങ്ങനെ അവർ വന്ന് പ്രബോധിച്ചു, അതിന്റെ ഫലമായി ഒരു സമൂഹം ഉണ്ടായി തീർന്നാൽ സ്വാഭാവികമായും ഒരു വ്യവസ്ഥിതി അവിടെ ഉടലെടുക്കുന്നു. അപ്പോൾ ഭരണവും അതിന്റെ കൂടെ ഉണ്ടാകുന്നു. അത് ഞാൻ പറഞ്ഞ രണ്ടാം കാര്യം മാത്രമാണ്. ഭരണം ഉണ്ടായേ തീരൂ എന്നില്ല. പല പ്രവാചകന്മാർക്കും ഭരണം ഉണ്ടായിരുന്നില്ല, ചിലർക്ക് ഭരണം ഉണ്ടായി എന്നത് വാസ്തവമാണ്. പ്രവാചകന് തന്റെ ജീവിതത്തിൽ ഭരണം ലഭിച്ചിരുന്നുവെങ്കിൽ ആ പ്രവാചകൻ വഫാത്താകുമ്പോൾ അദ്ദേഹത്തിന്റെ ഖലീഫയായി വരുന്ന ആ നേതാവിനും സ്വാഭാവികമായും ഭരണം ഉണ്ടായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. പ്രവാചകന് തന്റെ ജീവിതത്തിൽ ഭൗതിക ഭരണം കരസ്ഥമായില്ല എങ്കിൽ, ഭൗതിക ഭരണം സ്ഥാപിക്കുക അദ്ദേഹം ലക്ഷ്യമല്ലെങ്കിലും ഭൗതിക ഭരണം സ്ഥാപിതമായിരുന്നില്ല എങ്കിൽ ഖലീഫയാകുന്ന ആ വെറും ആത്മീയ പ്രതിനിധി മാത്രമായിരിക്കും. അപ്പൊ ഈ സംഗതി മുൻപുള്ള പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഖൽദൂൻ തന്റെ മുഖദ്ദിമയിൽ ഈ സംഗതി പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അത് ഖിലാഫത്ത് ഹുക്കുമത്തോട് കൂടിയും ഉണ്ടാവാം, ഹുക്കുമത്തില്ലാതെയും ആവാം. ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന സംഗതി അദ്ദേഹം തന്റെ മുഖദ്ദിമയിൽ പറയുന്നു. അപ്രകാരം തന്നെ അല്ലാമ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി തന്റെ ഇസാലത്തുൽ ഖഫാ എന്ന കിതാബിലും ഈ സംഗതി പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാരിൽ ചിലർക്ക് ഭരണമുണ്ടായിരുന്നു. സക്കരിയ നബി, സുലൈമാൻ നബി മുതലായ പ്രവാചകന്മാരെ പോലെ അവർക്ക് ജീവിതത്തിൽ ഭരണമുണ്ടായിരുന്നു. അപ്പൊ അവരുടെ മരണത്തിന് ശേഷം വരുന്ന ഖലീഫമാർക്ക് അവരുടെ പിന്തുടർച്ചയിൽ ഭരണമുണ്ടാകും. ചില പ്രവാചകന്മാർക്ക് ഭരണം ഉണ്ടായിരുന്നില്ല, സക്കരിയ നബിയെ പോലെ, യഹ്യാ നബിയെ പോലെ. അങ്ങനെ അവർ വഫാത്താകുമ്പോൾ
അപ്പൊ ഭരണമില്ലാത്തതിനാൽ അവരുടെ ഖലീഫമാർ അവരുടെ ആത്മീയ പ്രതിനിധികൾ മാത്രമായിരിക്കും. അപ്പൊ ഈ സംഗതി മുൻപുള്ള മഹാന്മാരും സമ്മതിച്ചിട്ടുള്ളതാണ് എന്ന് താല്പര്യം. അഹമ്മദിയ ജമാഅത്താണ് ഇന്ന് യഥാർത്ഥ ജിഹാദ് ചെയ്യുന്ന ജമാഅത്ത്. അഹമ്മദിയ ജമാഅത്തിനെ സംബന്ധിച്ച് ഒരു തെറ്റിദ്ധാരണയുണ്ട്. തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കപ്പെടുന്നു, ഇന്നും പ്രചരിപ്പിക്കപ്പെടുന്നു. ജിഹാദിനെ ദുർബലപ്പെടുത്തിയെന്ന്. വാസ്തവത്തിൽ ജിഹാദിനെ ദുർബലപ്പെടുത്തുക അല്ല ചെയ്തത്. യഥാർത്ഥ ജിഹാദ് എന്താണ് എന്ന് വിശദീകരിക്കാനുണ്ടായത്. ജിഹാദിനെ പറ്റിയുള്ള ഒരു തെറ്റിദ്ധാരണ മതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ബലപ്രയോഗം നടത്തുക അഥവാ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യുക എന്നാണ്. അത് തെറ്റിദ്ധാരണയാണ്. മുസ്ലിംകൾക്ക് തന്നെ ഈ തെറ്റിദ്ധാരണ ഉണ്ടായിപ്പോയി നിർഭാഗ്യവശാൽ. ഇസ്ലാമിന്റെ എതിരാളികൾ അതിൽ നിന്ന് മുതലെടുത്തുകൊണ്ട് അവർ പ്രചരിപ്പിക്കുന്നു. ഇവിടെ ജിഹാദ്, മുസ്ലിംകളുടെ ജിഹാദ് എന്ന് പറഞ്ഞാൽ അക്രമപരമായ ജിഹാദാണ്. ബലം പ്രയോഗിച്ച് ഇസ്ലാമിനെ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ അങ്ങനെയുള്ള ഒരു ജിഹാദ് ഇസ്ലാമിലില്ല, അത് ഇസ്ലാമികമല്ല. നബി തിരുമേനിയോ തിരുസഹാക്കളോ മതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി യുദ്ധം ചെയ്തിട്ടില്ല. പിന്നെ ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം അത്യധ്വാനപരമായ പരിശ്രമം എന്നാണ് ജിഹാദിന്റെ അർത്ഥം. മനുഷ്യന്റെ പരമസീമകളോളമുള്ള പരിശ്രമം എന്നാണ്. സത്യമതത്തിന്റെ പ്രചരണത്തിന് വേണ്ടി ന്യായമായ മാർഗത്തിൽ പരിശ്രമിക്കുക എന്നാണ്. അതായത് അക്രമപരമായ മാർഗത്തിലല്ല. ആ പരിശ്രമം മനുഷ്യന്റെ മുഴുവൻ കഴിവും പ്രയോഗിച്ചുകൊണ്ട് പരിശ്രമിക്കുക. അങ്ങനെ പരിശ്രമിക്കുമ്പോൾ അതിന് ജിഹാദ് എന്ന് പറയുന്നു. ആ പ്രവർത്തനമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുസഹാക്കളും ചെയ്തിട്ടുണ്ടായിരുന്നത്. എതിരാളികൾ അദ്ദേഹത്തോട് പടയെടുത്തു. ആദ്യകാലങ്ങളിലെല്ലാം അദ്ദേഹം ക്ഷമിച്ചു. മക്കായിൽ നിവസിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ദൈവകൽപ്പന അനുസരിച്ച് അദ്ദേഹം മക്കായിൽ നിന്ന് ഹിജ്റത്ത് ചെയ്ത് മദീനയിൽ പോയി താമസമാക്കി. അങ്ങനെ 13 കൊല്ലക്കാലം അദ്ദേഹവും സഹാക്കളും മക്കായിൽ വെച്ച് മർദ്ദനങ്ങളെല്ലാം സഹിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷമാണ് മദീനയിലേക്ക് പലായനം ചെയ്തത്. പക്ഷേ മക്കായിലെ ശത്രുക്കൾ വിട്ടില്ല, മദീനയോടും പടയെടുത്തു. അപ്പോഴാണ് സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ദൈവികമായ കൽപ്പനയുണ്ടായത്. അപ്പോൾ അതും ഒരു പരിശ്രമം തന്നെയാണ്, അത് പ്രതിരോധ യുദ്ധം. അപ്പൊ ജിഹാദ് എന്ന വാക്കിന്റെ വ്യാപകമായ അർത്ഥത്തിൽ അത് ഉൾപ്പെടുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ജിഹാദ് എന്ന് പറഞ്ഞാൽ പ്രഥമവും പ്രധാനമായ അർത്ഥം സത്യപ്രചരണത്തിനുള്ള പരിശ്രമം എന്ന് മാത്രമാണ്. എന്നാൽ ഇന്ന് ആയുധമെടുത്ത് ഇങ്ങോട്ട് ആക്രമിക്കുക എന്ന ഒരേർപ്പാടില്ലല്ലോ. അതായത് ഇസ്ലാമിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഭൗതിക ശക്തി പ്രയോഗിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ ആയുധമെടുത്ത് യുദ്ധം ചെയ്യുന്നില്ല. പിന്നെ ഇന്നുള്ളത് പ്രചരണ രംഗത്താണ് ഇസ്ലാമിനെ എതിർക്കുന്നത്. അപ്പോൾ അതിന് പ്രതിരോധപരമായിരിക്കുന്ന പരിശ്രമം അങ്ങോട്ടും ചെയ്യേണ്ടിയിരിക്കുന്നു. ഇസ്ലാമിന്റെ സത്യസന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ആ പ്രവർത്തനമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് അഹമ്മദിയ ജമാഅത്താണ് ഇന്ന് ലോകത്ത് സംഘടിതമായി ആ ജിഹാദ് നടത്തുന്നത്. ആകയാൽ യഥാർത്ഥ മുജാഹിദീങ്ങളായ ഒരു സംഘം ഇന്ന് അഹമ്മദിയ ജമാഅത്ത് മാത്രമാണ്. അഹമ്മദിയ ജമാഅത്തിന് ന്യായമായും അവകാശപ്പെടാം എന്ന് ഞങ്ങളാണ് മുജാഹിദീങ്ങൾ എന്ന്. അപ്പൊ യഥാർത്ഥ ജമാഅത്ത് ഇസ്ലാമിയും അഹമ്മദിയ ജമാഅത്താണ്. യഥാർത്ഥ മുജാഹിദീങ്ങളും അഹമ്മദിയ ജമാഅത്താണ്. യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തും അഹമ്മദിയ ജമാഅത്ത് തന്നെയാണ്. ഫിഖ്ഹിന്റെ കിതാബുകൾ ജിഹാദിന്റെ അധ്യായത്തിൽ കാണാം, ജിഹാദിന്റെ ഷർത്താണ്, ഒഴിച്ചുകൂടാത്തതാണ് ഇമാം ഉണ്ടായിരിക്കണം എന്ന്. ഇമാമിന്റെ മേൽനോട്ടത്തിലായിട്ടായിരിക്കും, ഇമാമിന്റെ നേതൃത്വത്തിലായിട്ടായിരിക്കും ജിഹാദ് ചെയ്യുക എന്ന്. ഇമാം ആരാണ്? ഖലീഫ. അപ്പോൾ ഇമാമില്ലെങ്കിൽ പിന്നെ ജിഹാദ് എങ്ങനെ നടക്കും? ഇപ്പൊ ഇമാമില്ലാത്ത ഒരു സംഘത്തിന് ഞങ്ങൾ മുജാഹിദുകളാണ് എന്ന് പറയാൻ അവകാശമില്ല. അപ്പൊ ആ അവകാശം ഇന്ന് അഹമ്മദിയ ജമാഅത്തിന് മാത്രമാണുള്ളത്. അല്ല, ജിഹാദിനെ സംബന്ധിച്ച് ഞാൻ ഒന്നുകൂടി ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നു. ജിഹാദ് എന്ന് പറഞ്ഞാൽ അക്രമപരമായ യുദ്ധമല്ല, നേരെ സമാധാനപരമായ പരിശ്രമം എന്നാണ് ജിഹാദിന്റെ അർത്ഥം എന്ന സംഗതി പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അതാണ് അടിസ്ഥാനപരമായിരിക്കുന്ന ജിഹാദ്. ആ ജിഹാദാണ് ഇന്ന് അഹമ്മദിയ ജമാഅത്ത് മുഴുവൻ ലോകത്തും ചെയ്തു വരുന്നത്. അപ്പൊ അതിനാൽ അഹമ്മദിയ ജമാഅത്തും തൽസ്ഥാപകരും ജിഹാദിനെ ദുർബലപ്പെടുത്തിയിരിക്കുന്നു എന്ന ആ ആക്ഷേപം 100% മിഥ്യയാണ് എന്നത് ഒരു പച്ചപരമാർത്ഥമാണ്. അഹമ്മദിയ ജമാഅത്തിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ഉണ്ട്. ആ ആക്ഷേപങ്ങളുടെ കൂട്ടത്തിൽ ഒന്നിനെപ്പറ്റി മാത്രമാണ് ഞാൻ സന്ദർഭവശാൽ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ തന്നെയാണ് മറ്റാക്ഷേപങ്ങളും എന്ന് പറഞ്ഞിരിക്കുന്നു. അത് അന്യഥ വ്യാഖ്യാനിക്കുക, തെറ്റിദ്ധരിപ്പിക്കുക, അല്ലെങ്കിൽ തികച്ചും
വ്യാജമായിരിക്കുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ് ശത്രുക്കളുടെ ഏർപ്പാട്. അല്ലെങ്കിൽ ചില സംഗതികൾ വികൃതമായി, ചില ഉദ്ധരണികൾ വികൃതമായി കാണിക്കുക, ഇങ്ങനെയൊക്കെയാണല്ലോ. ഞാനിപ്പോൾ അതിനെ സംബന്ധിച്ച് പറയുന്നില്ല, ഞാൻ ജിഹാദിനെ പറ്റി മാത്രം സന്ദർഭമാക്കാൻ പറഞ്ഞതാണല്ലോ. അപ്പോൾ ശരി, അഹമ്മദിയ ജമാഅത്ത് ജിഹാദിനെ ദുർബലപ്പെടുത്തുകയല്ല ചെയ്തത്. അഹമ്മദിയത്തിന്റെ സ്ഥാപകർ ജിഹാദ് എന്താണ് എന്ന് അദ്ദേഹം ശരിക്കും വിശദീകരിച്ച് ജിഹാദിനെ സംബന്ധിച്ച് നൂറ്റാണ്ടുകളോളം ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണയെ അദ്ദേഹം ദൂരീകരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഖലീഫയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞുവല്ലോ, ഖലീഫ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ജമാഅത്താവുകയുള്ളൂ എന്ന്. നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ സഹാബാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു? ഇനി നമ്മുടെ ഖലീഫ ആരെന്നുള്ളതായിരുന്നു. ഉടനെ അവർ ഖലീഫയെ തെരഞ്ഞെടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുത്തു. കണ്ഠീനെ തെരഞ്ഞെടുത്തു. അതിനുശേഷം മാത്രമേ മറ്റു കാര്യങ്ങൾ അവർ ചിന്തിച്ചുള്ളൂ. അതിന് കാരണം എന്ന് പറയുന്നു ചരിത്രകാരന്മാർ ഫെബ്രുവരിയിൽ പറയുന്നു, യൗമമാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരിഹു വലൗ യബ്ഖൗ മിൻ ദൂനി ജമാഅത്തിൻ വലൗ ബഅദ യൗമിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസം ഒരു ജമാഅത്തായിട്ടല്ലാതെ ഒരു ദിവസത്തിന്റെ അല്പസമയമെങ്കിലും നിലകൊള്ളുന്നതിനെ അവർ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുത്തത്. അപ്പോൾ ഖിലാഫത്തിന് അവർ എത്ര വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. ഖലീഫ ഇല്ലെങ്കിൽ നമുക്ക് ജീവനില്ല, നമ്മുടെ ജമാഅത്ത് അല്ലാതായി പോകും എന്നാണ് അവർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൂമിൻകൾ പ്രവാചകന്റെ സന്ദേശം വിശ്വസിച്ച് അത് വ്യക്തിപരമായി പ്രവർത്തിച്ചാൽ മാത്രം പോരാ, അവർക്ക് ഒരു സംഘം ഉണ്ടായിരിക്കണം. ആ സംഘത്തെ നയിക്കുന്നത് ഒരു ഖലീഫയായിരിക്കണം എന്ന് താല്പര്യം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അരുൾ ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ, അലാ ഇന്ന മുഹമ്മദൻ ഖദ് മാത വലാ ബുദ്ദ ലിഹാദ ദീനി മൻ യഖൂമു ബിഹി. അറിയുക, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ ചരമം പ്രാപിച്ചിരിക്കുന്നു. ഈ ദീനിനെ നിലനാട്ടുന്നതിന്, ഈ ദീനിനെ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി ഒരു നേതാവാകുന്ന ഒരാൾ കൂടിയേ കഴിയൂ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. ഹദരത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു, ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാഅ. ജമാഅത്ത് ഇല്ലാതെ ഒരു ഇസ്ലാമില്ല. വലാ ജമാഅത്ത് ഇല്ലാ ബിൽ ഇമാറ. ഇമാറത്ത് അതായത് ഒരു അമീർ, ഒരു ആത്മീയ നേതാവ് ഇല്ലാതെ ഒരു ജമാഅത്തുമില്ല. വലാ ഇമാറത്ത് ഇല്ലാ ബിൽ ഇതാഅ. ഇതാഅത്തില്ലാതെ, അനുസരണമില്ലാതെ ഒരു ഇമാറത്തുമില്ല. അപ്പോൾ അനുസരിക്കപ്പെടാൻ നിർബന്ധമായിരിക്കുന്ന ഒരു നേതാവിന്റെ കീഴിൽ സംഘടിതമായ ജമാഅത്ത് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഇസ്ലാം ഉള്ളൂ, അല്ലെങ്കിൽ ഇസ്ലാം ആവുകയില്ല എന്നതാണ്. അപ്പൊ അങ്ങനെ ഖലീഫ കൂടിയേ കഴിയൂ എന്നത് സഹാബാക്കളുടെ ഇജ്മാഅാണ്. ഇജ്മാഅ് എന്ന് പറഞ്ഞാൽ സമുദായത്തിന്റെ ഐക്യകണ്ഠേനയുള്ള തീരുമാനം. അതിന് സാങ്കേതികമായി ഇജ്മാഅ് എന്ന് പറയുന്നു. ഇസ്ലാമിൽ ആദ്യമായി 2 വിഷയത്തിലാണ് ഇജ്മാഅ് ഉണ്ടായത്. 2 കാര്യത്തിലാണ് ആദ്യമായി ഇജ്മാഅ് ഉണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ഉടനെ ഒരു തർക്കമുണ്ടായിരുന്നു. അവിടെ നബി തിരുമേനി വഫാത്തായിട്ടില്ല എന്ന് ചിലർക്ക് സംശയം ഉണ്ടായി. വഫാത്താകാൻ നിവൃത്തിയില്ല, നബി തിരുമേനി മരിച്ചിട്ടില്ല, കാരണം പല പ്രവചനങ്ങളും പൂർത്തിയാകാനുണ്ട്, അതുകൊണ്ട് ഇപ്പം മരിച്ചതല്ല, ഒരു പ്രത്യേക സ്ഥിതി സംജാതമായിരിക്കുകയാണ്. നബി തിരുമേനി മരിച്ചുപോയെന്ന് വല്ലവരും പറഞ്ഞാൽ ഞാൻ അവന്റെ വിളച്ഛേദം ചെയ്തു കളയും എന്ന് ഹദരത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭീഷണിപ്പെടുത്തുക കൂടിയുണ്ടായി. അത് തർക്കവിഷയമായിരുന്നു. അപ്പോഴാണ് ഹദരത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചത്, ഖുർആന്റെ ഒരു ആയത്തോദ്യം കൊണ്ട്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ എന്ന ഈ ആയത്തോദ്യം കൊണ്ട് നബി തിരുമേനിക്ക് മുൻപുള്ള എല്ലാ പ്രവാചകന്മാരും ചരമം പ്രാപിച്ചിരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന ആ ആയത്തോടുകയുണ്ടായി. സഹാബാക്കൾ എല്ലാവരും അത് ഏറ്റു പറഞ്ഞു. ഒരാൾക്കും ഒരു സംശയമുണ്ടായില്ല, നബി തിരുമേനിക്ക് മുൻപുള്ള പ്രവാചകന്മാരിൽ വല്ലൊരാളും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് സംശയം ഉണ്ടായില്ല. ഒരാളും സംശയം ഉന്നയിച്ചില്ല, ഈസാ നബി ആകാശ് ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞ് ശരിയാകുമോ എന്ന് ചോദിച്ചില്ല. അങ്ങനെ എല്ലാവരും അവരുടെ മൗനം കൊണ്ട് സമ്മതിച്ചു, നബി തിരുമേനിക്ക് മുൻപുള്ള എല്ലാ പ്രവാചകന്മാരും മരിച്ചുപോയിരിക്കുന്നു, കാലഗതി പ്രാപിച്ചിരിക്കുന്നു എന്ന്. ഇതാണ് ഒന്നാമത്തെ ഇജ്മാഅ്, ഐകണ്ഠേനയുടെ തീരുമാനം. അത് മതപരമായ വിശ്വാസത്തിലുള്ള തീരുമാനം. മറ്റൊന്ന് സാമൂഹികമായ നടത്തിപ്പിനെ സംബന്ധിച്ച തീരുമാനം. എന്താണത്? ഒരു ഖലീഫ കൂടിയേ കഴിയൂ എന്നുള്ള കാര്യം. അതും അവർ ഐകണ്ഠേന തീരുമാനിച്ചു. അത് രണ്ടാമത്തെ ഇജ്മാഅായിരുന്നു. ഇജ്മാഅ് സഹാബാക്കൾക്ക് ശേഷം ഇജ്മാഅ് സാധ്യമാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്. അതുകൊണ്ട് സഹാബാക്കൾക്ക് ശേഷം അത് സാധ്യമല്ല എന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. ആ വിഷയത്തിന്റെ വിശദീകരണത്തിൽ പോവുകയല്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ സഹാബാക്കൾ എല്ലാവരും സമ്മേളിച്ചു.
ഒരു ഖലീഫ കൂടിയേ കഴിയൂ എന്ന് പറയുകയാണ് ഞാൻ തീരുമാനിച്ചു. അപ്പൊ ഖലീഫ ഇല്ലെങ്കിൽ ജമാഅത്തില്ലെങ്കിൽ ഇസ്ലാമില്ല. ഉടനെ അവർ ഖലീഫയെ തെരഞ്ഞെടുത്തു. അവർ ഇസ്ലാമിന് ജീവൻ പ്രധാനമായ ഒരു കാര്യമാണ് ഒരു ഖലീഫ ഉണ്ടായിരിക്കുക എന്നുള്ളത്. ദൈവാനുഗ്രഹത്താൽ ഇന്ന് അങ്ങനെയുള്ള ഒരു ഖലീഫ നേതൃത്വം നൽകുന്നതായിരിക്കുന്ന ഒരു ജമാഅത്ത് അഹമ്മദിയ ജമാഅത്ത് മാത്രമാണ്. ജമാഅത്ത് വേണം. ജമാഅത്തിന്റെ നേതാവിനാണല്ലോ ഖലീഫ എന്ന് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഗതിയെ സംബന്ധിച്ച് താക്കീത് നൽകുകയുണ്ടായി. അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ജമാഅത്തിനെ മുറുകെ പിടിക്കുവിൻ, വിനിത്തനെ നിങ്ങൾ സൂക്ഷിക്കുക, തിരുമതി. മറ്റു ഹദീസിൽ പറയുന്നു, മൻ ഖറജ മിനൽ ജമാഅത്തി ഖീല ശിബ്രിൻ ഫഖദ് ഖലാ റിബ്ഖത്തൽ ഇസ്ലാമി മിൻ ഉനുഖിഹി. വല്ലരാളും ജമാഅത്തിൽ നിന്ന് ഒരു ചാണളവെങ്കിലും അകന്നാൽ ഇസ്ലാമിന്റെ കയറ് തന്റെ കഴുത്തിൽ നിന്ന് അവൻ ഊരിക്കളഞ്ഞുവെന്ന്. അപ്പൊ ഇസ്ലാമായി ആർക്കിന് ബന്ധമില്ല, ജമാഅത്തിൽ നിന്ന് അകന്നു പോയാൽ ജമാഅത്ത് വേണമെന്ന് അഹമ്മദ് തിരുമതി. മറ്റൊരു ഹദീസിൽ പറയുന്നു, സഹീഹ് മുസ്ലിം റിവായത്ത് ചെയ്തത്, മൻ ഖറജ മിന ത്വാഅത്തി ഫാറഖൽ ജമാഅത്ത ഫമാത മീതത്തൻ ജാഹിലിയ്യ. വല്ലരാളും അനുസരണത്തിൽ നിന്ന് പുറത്തു പോവുകയും ജമാഅത്തിന് നിന്ന് വേർപെടുകയും ചെയ്താൽ അയാൾ ജാഹിലിയത്തിന്റെ മരണമായിരിക്കും മരിക്കുക. അപ്പൊ ഇസ്ലാമിക മരണമല്ല എന്ന്. ജമാഅത്തുമായി ഒട്ടിപ്പിടിച്ചുകൊണ്ട് ജമാഅത്തിലെ ഒരു വ്യക്തിയായും കൊണ്ട് ജമാഅത്തിന്റെ നേതാവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. എങ്കിൽ മാത്രമേ മുസ്ലിം ആവുകയുള്ളൂ, അല്ലെങ്കിൽ ജാഹിലിയത്തിന്റെ മരണമായിരിക്കുമെന്ന് സഹീഹ് മുസ്ലിം റിവായത്ത് ചെയ്തതാണ്. ഈ അർത്ഥത്തിലുള്ള ഹദീസ് വേറെയുമുണ്ട്. ഒന്നുകൂടി കേൾപ്പിക്കാൻ വരുമേനി പറയുന്നു, മയ്യത്തയിൽ അമീറ ഫഖദ് അസാനി യാസിൽ അമീറ ഫഖദ് അസാനി. സഹീഹ് മുസ്ലിം. അമീറിന്റെ വല്ലതാണ് ഏതൊരാൾ അനുസരിക്കുന്നുവോ അയാൾ എന്നെ അനുസരിച്ചു. അമീറിനോട് വിപരീതം പ്രവർത്തിച്ചാൽ, അനുസരണക്കേട് കാണിച്ചാൽ, എന്നോട് അനുസരണക്കേട് കാണിച്ച ആളായി. അതങ്ങനെ അമീർ ഉണ്ടായിരിക്കണം. ആ അമീർ തന്നെയാണ് ഖലീഫ ആയിരിക്കുന്ന ആൾ. എല്ലാ അമ്പ്യാക്കന്മാർക്കും ഖലീഫമാരുണ്ടായിരുന്നു. അവരുടെ മരണാനന്തരം ഖലീഫമാരുണ്ടായി. മാ കാനത്ത് നബുവത്തുൻ ഖത്തു ഇല്ലാ തബിഅത്തുൽ ഖിലാഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു നബിയും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിനെ പിന്തുടർന്നുകൊണ്ട് ഖിലാഫത്ത് ഉണ്ടായിട്ടല്ലാതെ. എപ്പോഴെപ്പോഴെല്ലാം അള്ളാഹു അമ്പ്യാക്കന്മാരെ നിയോഗിച്ചയച്ചു അപ്പോഴെല്ലാം അവരുടെ മരണാനന്തരം അവർക്ക് ഖലീഫമാരും ഉണ്ടായിരുന്നു. അതായത് അവിടെ അനുയായികളായിരിക്കുന്ന മോമിൻകളെ ഭരിക്കുന്നതായ ഒരു ആത്മീയ നേതാവ് ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാകാതിരുന്നിട്ടില്ല എന്ന്, എപ്പോഴും ഖലീഫ ഉണ്ടായിട്ടുണ്ട് എന്ന്. മുസ്ലിംകളിലും അങ്ങനെ ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നൂറിൽ അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്ന വ്യക്തമായ വാഗ്ദാനം. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലു സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമാ സ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ യഅബുദൂനനി ലാ യുശ്രികൂന ബി ഷൈആ വമൻ കഫറ ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. നല്ലവണ്ണം മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ഒരു ആയത്താണിത്. അല്ലാഹു പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുകയും സാലിഹാമൽ ചെയ്യുകയും ചെയ്യുന്നവരോട് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു, തീർച്ചയായും അവരെ ഖലീഫമാരാക്കും. അതായത് അവർക്ക് ഖലീഫമാരെ അള്ളാഹു തആല നിശ്ചയിക്കുക തന്നെ ചെയ്യുമെന്ന്. കമസ്തഖലഫല്ലദീന മിൻ ഖബ്ലിഹിം, മുൻപുള്ളവരെ ഖലീഫമാരാക്കിയതുപോലെ. മുൻ സമുദായങ്ങളിൽ എങ്ങനെയാണ് ഉണ്ടായത്? യോഗ്യനായിരിക്കുന്ന ഒരാളെ ഖലീഫയാക്കി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു മുൻ സമുദായങ്ങളിൽ. അതേ പ്രകാരം തന്നെ നിങ്ങൾക്കും, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിമാരോടും അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു, തീർച്ചയായും അള്ളാഹു തആല അവരിലും ഖിലാഫത്തിനെ ആക്കുന്നതാണ്. ഏതുപോലെ മുൻപുള്ളവരിൽ ഖലീഫമാരെ ആക്കിയതുപോലെ. വലയുമക്കിന്നഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും, അവർക്കായി അവൻ തൃപ്തിപ്പെട്ടതായിരിക്കുന്ന മതത്തെ അവർക്ക് പ്രബലപ്പെടുത്തി കൊടുക്കുമെന്നും. അപ്പൊ ഖിലാഫത്ത് മുഖേനയാണ്, ഖലീഫ മുഖേനയാണ് ദീനിനെ പ്രബലപ്പെടുത്തി കൊടുക്കുക. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, അവരുടെ ഭയത്തിന് ശേഷം നിർഭയത്വത്തെ അവർക്ക് പകരമാക്കി കൊടുക്കും എന്നും അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. 3 വാഗ്ദാനമാണ്. മുൻ സമുദായങ്ങളിൽ എപ്രകാരം ഖലീഫ ഉണ്ടായോ അതേ പ്രകാരം ഈ സമുദായത്തിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം ഖലീഫമാരുണ്ടാകുന്നതാണ്. രണ്ടാമത് വലയുമക്കിനലഹും ദീനഹും, അള്ളാഹുവർക്ക് തൃപ്തിപ്പെട്ട ദീനിനെ ഖലീഫമാർ മുഖേന പ്രബലപ്പെടുത്തി കൊടുക്കുന്നതാണ്. മൂന്നാമത്തെ വാഗ്ദാനം, ഭയത്തിന് ശേഷം നിർഭയാവസ്ഥയെ അവർക്ക് പകരമാക്കി കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഈ 3 വാഗ്ദാനം
അള്ളാഹു ചെയ്തിരിക്കുന്നത്. ഈ വാഗ്ദാനങ്ങൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന് ശേഷം അള്ളാഹു ഈ വാഗ്ദാനത്തെ നിറവേറ്റിയിരിക്കുന്നു. ഖലീഫമാരെ കൊടുത്തു, പിന്നെ ദീനിനെ പ്രബലപ്പെടുത്തി, അവരുടെ ഭയത്തിന് ശേഷം നിർഭയാവസ്ഥ നൽകുകയും ചെയ്തു. ഇത് പറഞ്ഞു യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ഷൈആ. അവർ, അതായത് ആ മോമിൻകൾ, അത് ഖലീഫയാൽ ഭരിക്കപ്പെടുന്ന ആ മോമിൻകൾ യഅ്ബുദൂനനി, എന്നെ ആരാധിക്കുന്നു, ലാ യുശ്രികൂന ബി ഷൈആ, എന്റെ കൂടെ അവർ മറ്റൊന്നിനെയും പങ്കുചേർക്കുന്നില്ല, അങ്ങനെയുള്ളവരാണ്. സഹോദരങ്ങളെ, അള്ളാഹു ഖുർആനിൽ ചെയ്തിരിക്കുന്ന ഈ വാഗ്ദാനം മുൻപ് നിറവേറിയിരിക്കുന്നു. ഈ ആയത്തിനെ സംബന്ധിച്ച് മിക്കവാറും വ്യാഖ്യാതാക്കൾ എല്ലാവരും പറയുന്നു, നബി തിരുമേനി വഫാത്തായപ്പോൾ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഖിലാഫത്ത് ഉണ്ടായല്ലോ, ആ ഖിലാഫത്ത് ഈ ആയത്തിൽ പറഞ്ഞ വാഗ്ദാനത്തിന്റെ സാക്ഷാത്കാരമാണ്. അപ്പൊ എന്റെ വ്യാഖ്യാനമല്ലല്ലോ. ചില വ്യാഖ്യാതാക്കൾ പറയുന്നു ഷൈഖൈനിയുടെ ഖിലാഫത്ത് ഇതിന്റെ സാക്ഷാത്കാരമാണ്. ഷൈഖൈനി എന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ രണ്ട് വിധത്തിലും മുൻപുള്ള വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഖലീഫന്നഹും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവരെയും ഖലീഫയാക്കുക എന്നല്ല, അവർ യോഗ്യന്മാരായിരിക്കുന്ന ആളുകളെ, നേതാക്കന്മാരായിരിക്കുന്ന ആളുകളെ അല്ലാഹു തആല ഖലീഫമാരാക്കുക എന്നുള്ളതാണ്. അങ്ങനെ അതിന്റെ സാക്ഷാത്കാരം മുൻപ് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഖിലാഫത്ത് ഏറെക്കാലം കുറെ കാലം നിലനിന്ന് പിന്നെ വ്യതിയാനം ഉണ്ടായിപ്പോയി. വ്യതിയാനം ഉണ്ടാകും എന്നതും നബി തിരുമേനിയുടെ പ്രവചനമാണ്. വ്യതിയാനം ഉണ്ടായതിനു ശേഷം വീണ്ടും ഇസ്ലാമിക ഖിലാഫത്ത്, നബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് പുനഃസ്ഥാപിക്കപ്പെടും എന്നതും നബി തിരുമേനിയുടെ പ്രവചനമാണ്. മിഷ്കാത്ത് നോക്കുക, ഖിലാഫത്തിനെ സംബന്ധിച്ച് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി ചെയ്തു, തക്കൂന നബുവത്ത് ഫീക്കും മാഷാ അല്ലാഹു അൻ തക്കൂന, ഈ നബുവത്ത് നിങ്ങളിൽ നിലനിൽക്കും, അത് ഉണ്ടാകാൻ അള്ളാഹു ഉദ്ദേശിക്കുന്ന കാലം വരെ. അല്ലാഹു തആല, പിന്നെ അള്ളാഹു അതിനെ ഉയർത്തും. സുമത്തക്കൂന ഖിലാഫത്ത് വല മിൻഹാജിൻ നബുവത്ത്, പിന്നെ നബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് ഉണ്ടാകും. പിന്നെ അത് അയക്കൂന് മാഷാ അല്ലാഹു അൻ തക്കൂന, അത് ഉണ്ടാകാൻ ഉദ്ദേശിക്കുന്ന കാലം വരെ അത് നിലനിൽക്കും. പിന്നെ അള്ളാഹു തആല ആ ഖിലാഫത്തിനെ, നബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്തിനെ അള്ളാഹു തആല ഉയർത്തിക്കഴിയും. സുമത്തക്കൂന മുൽക്കൻ ആദൻ, പിന്നെ അത് അക്രമപരമായ ഒരു ഭരണമായി തീരും. സുമത്തക്കൂന മുൽക്കൻ ജബരിയത്തൻ, പിന്നെ അത് സ്വേച്ഛാധിപത്യപരമായ ഭരണമായി തീരും. സുമത്തക്കൂന ഖിലാഫത്തുൻ അലാ മിൻഹാജിൻ നബുവത്തി, പിന്നീട് നബുവത്തിന്റെ മാർഗത്തിലുള്ള ഒരു ഖിലാഫത്ത് ഉണ്ടാകും. അപ്പോൾ ഖിലാഫത്തിന് പല വ്യതിയാനങ്ങളും പല ഘട്ടങ്ങളും 4 ഘട്ടങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം നബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് ഉണ്ടാകും അള്ളാഹു ഉദ്ദേശിക്കുന്ന കാലം വരെ. പിന്നെ അള്ളാഹുവിനെ എടുത്തു കളയും, അതിന് വ്യതിയാനം വന്നു പോകും. പിന്നെ ഖിലാഫത്ത് തന്നെ ഏകാധിപത്യ ഭരണമായി രൂപാന്തരപ്പെടും. പിന്നെ അത് സ്വേച്ഛാധിപത്യ ഭരണമായി പോകും. ഇങ്ങനെയായിട്ട് പിന്നീട് ഒരു ഖിലാഫത്ത്, സുമ്മത്തക്കൂന ഖിലാഫത്തുൻ അലാ മിൻഹാജിൻ നബുവത്തി, പിന്നെ നബുവത്തിന്റെ മാർഗത്തിലുള്ള ഒരു ഖിലാഫത്ത് ഉണ്ടാകും. ഈ ഏതായ ഖിലാഫത്ത് ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ പറയുന്നു. അതാ മിഷ്കാത്തിന്റെ ഹാഷിയായിരിക്കുന്ന മിർഖാത്ത് നോക്കുക, അത് പറയുന്നു വദാലിക ഇൻദ നുസൂലി ഈസ ഇബ്നു മറിയം, അത് ഈസ ഇബ്നു മറിയം ഇറങ്ങുമ്പോഴാണ്. ഈസ ഇബ്നു മറിയം ഇറങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണത്? ഈസ ഇബ്നു മറിയം ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു സാഹിത്യ പ്രയോഗമാണ്, ഒരു അലങ്കാരോക്തിയാണ്. ഈസ ഇബ്നു മറിയം ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഈസാ നബിയോട് സാദൃശ്യമുള്ളൊരു മഹാത്മാവ്, ഈ സമുദായത്തിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ട മഹാത്മാവ് വരേണ്ടതുണ്ട്, അദ്ദേഹം വരുമ്പോഴാണ് എന്നത്. അത് പരക്കെ അറിയപ്പെട്ടൊരു കാര്യമാണ്. ഈസ ഇബ്നു മറിയം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഈസ അല്ല, ബനൂ ഇസ്രായേലിൽ പ്രവാചകനായിരുന്ന ഈസ എന്നല്ല അതിലെ താല്പര്യം. ആ ഈസാ നബിയുടെ സദൃശനായിരിക്കുന്ന ഒരു മസീഹ് ഈ മുഹമ്മദീ സമുദായത്തിൽ ആവിർഭവിക്കും. അപ്പൊ അദ്ദേഹത്തിന് അലങ്കാരോക്തിയിലുള്ള പേരാണ് ഈസ ഇബ്നു മറിയം എന്നത്. അത് പരക്കെ അറിയപ്പെട്ട ഒരു കാര്യമാണ്. ആ ഈസ ഇബ്നു മറിയം അവതരിക്കുമ്പോഴാണ്, അദ്ദേഹം മുഖേനയാണ് ഈ നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് പുനഃസ്ഥാപിക്കപ്പെടുക എന്ന് ഈ ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ മുൻപ് തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് ഈ പ്രവചനം പൂർത്തിയായിരിക്കുന്നു എന്നതാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. നിങ്ങൾ നോക്കുക, നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് ഉണ്ടായില്ലേ? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ഉടനെ 4 ഖലീഫമാരുണ്ടായി, ഒന്നിന് പിന്നെ ഒന്നായിട്ട്. ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ, ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഖിലാഫത്ത്. ഞങ്ങൾ ആ ഖിലാഫത്തിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, ഞങ്ങൾ ആ ചര്യയെ പിന്തുടരുന്നു എന്ന് ഞാൻ ആദ്യം പറയുണ്ടായല്ലോ, ആ 4 ഖലീഫമാരെയും. പക്ഷെ അതിനുശേഷം ഖിലാഫത്തിന് വ്യതിയാനം വന്നു. ഖിലാഫത്ത് ഏകാധിപത്യ ഭരണത്തിന്റെ രൂപത്തിലായിപ്പോയി. ഒരു രാജാവ് മരിച്ചാൽ മകൻ രാജാവാകുക എന്ന സമ്പ്രദായ പ്രകാരമായി പോയി.
പിന്നെ പലതരത്തിലുള്ള വ്യതിയാനങ്ങളും അതിനുണ്ടായിപ്പോയി. ഭരണമുണ്ടായിട്ടും ഇല്ലാതെയും അക്രമപരമായിട്ടും സ്വേച്ഛാധിപത്യമായിട്ടും ഒക്കെ ഉണ്ടായി. പലതരത്തിലുള്ള ഭിന്നിപ്പുകളും ഉണ്ടായി. ഖിലാഫത്ത് തന്നെ പലതുമായിപ്പോയി. ഇങ്ങനെല്ലാം ആയെങ്കിലും ഒടുവിൽ സുമ്മത്തക്കൂന ഖിലാഫത്തിനുള്ള മിൻഹാജിൻ നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ, അത് വാഗ്ദത്ത മസീഹിന്റെ മുഖേനയായിരിക്കും എന്നത് മുൻപുള്ള വ്യാഖ്യാതാക്കൾ പറഞ്ഞുവല്ലോ. ഈ പ്രവചനം ഇന്ന് പൂർത്തിയായിരിക്കുന്നു. വാഗ്ദത്തം ചെയ്യപ്പെട്ട മസീഹ് വന്ന് അദ്ദേഹം മുഖേന ഖിലാഫത്ത് പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇത് മുസ്ലിം ലോകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അത് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന പക്ഷം അവർക്ക് ഈ സംഗതി മനസ്സിലാകുന്നതാണ്. അപ്പൊ ഖിലാഫത്ത് വാഗ്ദത്ത മസീഹ് മുഖേന ഈ പ്രവചിക്കപ്പെട്ട ഖിലാഫത്ത് ഇന്നതാ പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. ഇടയ്ക്ക് നിങ്ങൾ നോക്കുകയും ഖിലാഫത്തിന് മുൻപ് ഏതെല്ലാം തരത്തിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില ആളുകൾ പറയും ഖിലാഫത്തിന് ഭരണാധികാരം ഒഴിച്ചുകൂടാത്ത ഉപാധിയാണ് എന്ന് പറയുന്നു. ഒന്നുകിൽ ചരിത്രം അറിയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാതെ പോലെ നടിച്ചുകൊണ്ടാണ് അവരെങ്ങനെ പറയുന്നത് എന്ന് വ്യസനസമേതം പറയേണ്ടിയിരിക്കുന്നു. കാരണം മുൻകാലങ്ങളിൽ തന്നെ ഖിലാഫത്ത് ഭരണാധികാരം ഇല്ലാതെയും ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു പച്ച പരമാർത്ഥമാണ്, ഒരു ചരിത്ര വസ്തുതയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ചരിത്രം വായിച്ചവർക്ക് ആ സംഗതി അറിയാം. അബ്ബാസി ആദ്യം ഖുലഫാ റാഷിദുകളുടെ ഖിലാഫത്ത്, അത് മുഴുവൻ മുസ്ലിം സമുദായത്തെയും ഭരിക്കുന്ന ഖലീഫയായിരുന്നു. അതിനുശേഷം ബനൂ ഉമയ്യാക്കളുടെ ഖിലാഫത്ത്, അതും മുഴുവൻ സമുദായത്തെയും ഭരിക്കുന്ന ഖലീഫുമാരായിരുന്നു. ഖലീഫുമാർക്ക് തന്നെ ഭരണാധികാരവും ഉണ്ടായിരുന്നു, ഖലീഫുമാരെന്ന് പറയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അബ്ബാസി ഖലീഫുമാർ വന്നു. അബ്ബാസി ഖലീഫുമാരുടെ ഭരണകാലത്തിൽ ആദ്യത്തെ 100 കൊല്ലം അവർ സ്പെയിൻ ഒഴിച്ച് ബാക്കി മുഴുവൻ മുസ്ലിം ലോകവും അവരുടെ കീഴിലായിരുന്നു. പക്ഷെ ആദ്യത്തെ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം ഖിലാഫത്തിന് മേൽ തകർച്ച പറ്റുകയുണ്ടായി, പല ഭിന്നിപ്പുകളും ഉണ്ടായി. പിന്നെ മറ്റ് ചില ഭൗതിക രാജാക്കന്മാർ ഖലീഫുമാരെ അധീനപ്പെടുത്തി. രാജാക്കന്മാരുടെ അധീനത്തിലായി ഖലീഫുമാർ, ഖലീഫ വെറും പേരിന് മാത്രമായി തീർന്നു, ഭരിക്കുന്ന രാജാക്കന്മാർ മാത്രമായിരുന്നു ആയിത്തീർന്നു. അങ്ങനെയുള്ള ഘട്ടങ്ങളും ഖിലാഫത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു പച്ച പരമാർത്ഥമാണ്. അതായത് വിശദമായി പറഞ്ഞാൽ അബ്ബാസിയ ഖിലാഫത്തിന്റെ കാലം 524 കൊല്ലമാണ്. 524 കൊല്ലത്തിൽ 317 കൊല്ലം മാത്രമാണ് ഭരണാധികാരം അതിന്റെ കൂടെ ഉണ്ടായിരുന്നത്. 207 കൊല്ലം അബ്ബാസിയ ഖിലാഫത്തിന് ഭരണമുണ്ടായിരുന്നില്ല. പേർഷ്യൻ ദൈലമീര 113 കൊല്ലം. പിന്നെ സബ്ജൂക്കി സുൽത്താൻമാരുടെ അധീനത്തിലായിരുന്നു ഖലീഫുമാർ 94 കൊല്ലം. ഈ 113 94 കൂടിയാൽ എത്രയായി? 207 കൊല്ലമായി. അപ്പൊ 207 കൊല്ലം അബ്ബാസിയ ഖലീഫുമാർക്ക് ഭരണാധികാരം ഉണ്ടായിരുന്നില്ല. പിന്നെ പേർഷ്യൻ ദൈലമി രാജാക്കന്മാരുടെയും സബ്ജൂക്കി രാജാക്കന്മാരുടെയും കീഴിലായിരുന്നു. പിന്നെ അബ്ബാസിയ ഖിലാഫത്ത് തകർന്നതിന് ശേഷം മിസ്രി അബ്ബാസിയ ഖിലാഫത്താണ് പിന്നെ ഉണ്ടായിരുന്നത്. മിസ്രി അബ്ബാസി ഖിലാഫത്ത് 264 കൊല്ലം ഉണ്ടായി. ആ ഖിലാഫത്ത് 13 ഖലീഫുമാരുണ്ടായി. ആ 13 ഖലീഫുമാരും അവിടുത്തെ രാജാക്കന്മാരുടെ കീഴിലായിരുന്നു. രാജാക്കന്മാർ ഖലീഫയായി അഭിഷേകം ചെയ്യിക്കും. ഒരു ആത്മീയ നേതാവ് എന്നുള്ള നിലയിൽ മാത്രമാണ്, അല്ലാതെ ഭരണാധികാരം ഉണ്ടായിരുന്നില്ല എന്നത് ഒരു ചരിത്ര വസ്തുതയാണ്. ചരിത്രം അറിയുന്നവർക്കതറിയാം, അറിയാത്തവർ ചരിത്രം പാരായണം ചെയ്യട്ടെ. പിന്നെ അതിനുശേഷം ഉസ്മാനിയ ഖിലാഫത്തുണ്ടായി. 418 കൊല്ലം ആണ് ഉസ്മാനിയ ഖിലാഫത്തിന്റെ കാലം. ആ 418 കൊല്ലവും അവർക്ക് ഭരണാധികാരം ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. തുർക്കി രാജാക്കന്മാരിലെ 10ാമത്തെ രാജാവായ സലീം ഒന്നാമൻ ഈജിപ്തിലെ അബ്ബാസിയ ഖലീഫന്മാരുടെ 13ാമത്തെ ഖലീഫയായ മുതവക്കിൽ അലല്ലായെ ഈജിപ്ത് കീഴടക്കിയുകൊണ്ട് മുതവക്കിൽ അലല്ലായെ അങ്ങോട്ട് തുർക്കിയിലേക്ക് കുസ്തന്തീനിയയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഖിലാഫത്തിന്റെ ചിഹ്നങ്ങൾ അദ്ദേഹം കരസ്ഥമാക്കി അദ്ദേഹം സ്വയം ഖലീഫയായി പ്രഖ്യാപിച്ചു. അങ്ങനെ തുടർന്ന് പിന്നെ 418 വർഷം അവരുടെ ഖിലാഫത്ത് നിലനിന്നു. അവരുടെ അവസാനത്തെ ഖലീഫയായിരുന്നു സുൽത്താൻ അബ്ദുൽ മജീദ് രണ്ടാമൻ. സുൽത്താൻ അബ്ദുൽ മജീദ് രണ്ടാമന് ഭരണമുണ്ടായിരുന്നില്ല. ആ കാര്യം ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. അബ്ദുൽ വഹീദിന്റെ കാലത്താണ് യുദ്ധമുണ്ടായിത്തീർന്നത്. അബ്ദുൽ വഹീദിന് നാടുവിടേണ്ടി വന്നു. മുസ്തഫ കമാൽ പാഷ വിപ്ലവം നടത്തി. അദ്ദേഹത്തിന് ഭരണമായിരുന്നു. സുൽത്താൻ അബ്ദുൽ മജീദ് രണ്ടാമന് നാമമാത്ര ഖലീഫയായി. ഏകദേശം 6 മാസത്തോളം അദ്ദേഹം നാമമാത്ര ഖലീഫയായി. ഭരണം മുസ്തഫ ഇതൊരു അധികക്ഷമില്ല. 1924 അപ്പൊ അങ്ങനെ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലം മുതൽ 1924 വരെ, ഹിജ്റാബ്ദം 1338 വരെ ഖിലാഫത്ത് പല വ്യതിയാനങ്ങൾ വന്നെങ്കിലും ഒരു പ്രകാരത്തിൽ അല്ലെങ്കിൽ മറ്റു പ്രകാരത്തിൽ ഖിലാഫത്ത് എന്ന വ്യവസ്ഥ ഉണ്ടായിരുന്നു. അതോടുകൂടി ഖിലാഫത്ത് എന്ന ഏർപ്പാട് തന്നെ പോയി. മുസ്തഫ കമാൽ പാഷയാണ് അവസാനത്തെ ഖലീഫയെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നത്. കമാൽ പാഷയുടെ കീഴിൽ സുൽത്താൻ അബ്ദുൽ മജീദ് രണ്ടാമൻ 5-6 മാസം വരെ ഖലീഫയെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അപ്പോൾ മുസ്ലിം ലോകം അദ്ദേഹത്തെയും ഖലീഫയെ അംഗീകരിച്ചു, ഭരണമില്ലാതെ തന്നെ. ഇപ്പോൾ അഹമ്മദിയ ജമാഅത്തിൽ ഖലീഫ വന്നപ്പോൾ ഭരണം വേണ്ടേ എന്നൊരു ചോദ്യം ചോദിക്കുന്നു. അപ്പൊ ഇത്രയും കാലം ഞാൻ ആദ്യം പറഞ്ഞ പോലെ 207 കൊല്ലം അബ്ബാസിയ ഖിലാഫത്തിലും മിസ്രി അബ്ബാസിയ ഖിലാഫത്തിൽ 264 കൊല്ലവും ആകെ 471 കൊല്ലം ഖലീഫ്മാർക്ക് ഭരണമില്ലാതെ മുസ്ലിം ലോകം കഴിഞ്ഞു. അപ്പൊ എന്നിട്ടും ഹുക്കൂമത്തുണ്ടെങ്കിലേ ഖിലാഫത്താകൂ എന്ന് ഇന്ന് വാദിക്കാൻ എന്തൊരു ന്യായമാണ് ഇന്നുള്ളത്? ആ വാദത്തിൽ അർത്ഥമില്ലാതെ രേഖയില്ല എന്ന കാര്യം നിങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചരിത്ര വസ്തുത ഇത്രയും നിങ്ങളുടെ മുൻപാകെ വെച്ചിട്ടുള്ളത്. പിന്നൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, 1-ാം ലോക മഹായുദ്ധത്തിന്റെ ഫലമായിട്ടാണല്ലോ തുർക്കിയിലെ ഖിലാഫത്ത് അവസാനിച്ചത്. അതോടുകൂടി മുസ്ലിം ലോകം ഖിലാഫത്ത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ശ്രമങ്ങൾ ചെയ്തു. എവിടെ എല്ലാം ലോക മുസ്ലിം കോൺഫറൻസ് കൂടി. അവരവർ വിജയിച്ചില്ല. അവരെല്ലാവരും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ആദ്യമായി ഷരീഫ് ഹുസൈനെ ഖലീഫാക്കാൻ ശ്രമിച്ചു. ഷരീഫ് ഹുസൈനാണ് ബ്രിട്ടീഷുകാരെ ഇസ്ലാമിക ഖിലാഫത്തിനെ, തുർക്കിയുടെ ഖിലാഫത്ത് നശിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരെ സഹായിച്ചു. അറബികളെ ബ്രിട്ടീഷുകാരുടെ ഭാഗത്താക്കി യുദ്ധം ചെയ്തത്. അക്കാരണത്താൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ഖലീഫാക്കാൻ വേണ്ടി ശ്രമിച്ചു. അദ്ദേഹം അതിനെ ആഗ്രഹിച്ചു, പക്ഷേ സാധിച്ചില്ല. അബ്ദുൽ അസീസ് ഇബ്നു സൗദ് രാജാവും അദ്ദേഹം തമ്മിൽ യുദ്ധമുണ്ടായി. പരാജയപ്പെട്ടു പോയി. കുവൈത്തിൽ പോയി ഭ്രാന്തനായി മരിച്ചു. അതുണ്ടായത്. മൊറോക്കോ സുൽത്താനെ ഖലീഫാക്കാൻ ശ്രമിച്ചു. വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട് പരാജയപ്പെട്ടു പോയി. ഖലീഫാക്കാൻ സാധിച്ചില്ല. ഈജിപ്തിലെ ഫാറൂഖ് രാജാവിനെ ഖലീഫാക്കാൻ ഈജിപ്തുകാർ ശ്രമിച്ചു. അദ്ദേഹം സ്വയം ഖലീഫ ആകാൻ ശ്രമിച്ചു. ബ്രിട്ടീഷുകാരുടെ പിന്തുണയും അതിനുണ്ടായിരുന്നു. പക്ഷേ ഖലീഫയാകാൻ സാധിച്ചില്ല. 1952 ഒരു സുപ്രഭാതത്തിൽ ജനറൽ നജീബും കേണൽ അബ്ദുൽ നാസറും അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കി. അവിടുന്ന് അദ്ദേഹം ഇറ്റലിയിൽ പോയി ഒരു ഹോട്ടലിൽ പോയി അഭയം പ്രാപിച്ച് മരിക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിനും ഖലീഫയാകാൻ സാധിച്ചില്ല. അങ്ങനെ എത്ര ആളുകൾ ഖലീഫയാകാൻ ശ്രമിച്ചു. അവരെല്ലാവരും പരാജയപ്പെടുകയാണ് ചെയ്തത്. എന്താണ് ഇതിന് കാരണം? ഈ പരമ്പരയിലെ പ്രധാനപ്പെട്ട ഒരു പ്രകാരം അവസാനത്തെ കണ്ണിയാണ് ഫൈസൽ രാജാവ്, സൗദി അറേബ്യയിലെ ഫൈസൽ രാജാവ്. 1924 അദ്ദേഹത്തെ ഖലീഫാക്കാനുള്ള സർവ്വവിധ ശ്രമങ്ങളും സർവ്വവിധ മുന്നൊരുക്കങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. തുർക്കിയിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഖിലാഫത്തിന്റെ ചിഹ്നങ്ങൾ ഞാൻ പറഞ്ഞില്ല, മുത്തവക്കിൽ അറബായിൽ നിന്ന് സലീം ഒന്നാമൻ വാങ്ങിയെന്ന് പറഞ്ഞ ആ ചിഹ്നങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാളിന്റെ ഒരു വാൾ അഥവാ വാളിന്റെ ഒരു പിടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തലമുടി, ഇവിടെ ഒരു ചുരുൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു പരിച, ഇങ്ങനെയുള്ള 3-4 സാധനങ്ങൾ ഖിലാഫത്തിന്റെ ചിഹ്നമായി സൂക്ഷിച്ചിട്ടുണ്ട്. അത് തുർക്കിയിൽ നിന്ന് വാങ്ങാൻ ഫൈസൽ രാജാവ് ശ്രമിച്ചു. അതിൽ പരാജയപ്പെടാൻ ഉണ്ടായത്. അദ്ദേഹത്തിന് ഖലീഫയാകാൻ ആഗ്രഹമുണ്ടായിരുന്നു. ലാഹോറിൽ കൂടിയ 74 ഫെബ്രുവരി അവസാനം ലാഹോറിൽ കൂടിയ ചരിത്ര പ്രസിദ്ധമായ മുസ്ലിം ഉച്ചകോടി സമ്മേളനത്തിൽ അതിനെ സംബന്ധിച്ച് കൂടിയാലോചനകൾ നടക്കുകയുണ്ടായി. ഭൂട്ടവും ഇദ്ദിയമീനും എല്ലാം അതിന് കഴിവതും പരിശ്രമിച്ചു. സാധിച്ചില്ല. അവരെല്ലാവരും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഫൈസൽ രാജാവ് പെട്ടെന്ന് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അദ്ദേഹം അങ്ങനെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഫൈസൽ രാജാവ് ബാഹ്യദൃഷ്ടിയിൽ എല്ലാം കൊണ്ടും ഖലീഫയാകാൻ യോഗ്യനായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തെ ഖലീഫയാക്കാൻ സാധിച്ചില്ല? അറബ് ലോകത്തിന്റെ നേതൃത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മറ്റു പ്രകാരത്തിൽ മുസ്ലിം ലോകത്തിന്റെ നേതൃത്വവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം വന്യ വയോധികനായിരുന്നു, പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന് ഭൗതികമായ വിജ്ഞാനവും ഉണ്ടായിരുന്നു. അറബികളുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു. എല്ലാ ഭിന്നിപ്പിനും അദ്ദേഹം പരിഹാരം വരുത്തുന്ന ആളായിരുന്നു. ഇങ്ങനെല്ലാം ഉണ്ടായിട്ടും അദ്ദേഹത്തെ ഖലീഫാക്കാൻ വേണ്ടി ഒരുങ്ങി. അതാണ് ബാഹ്യദൃഷ്ടി നോക്കിയാൽ ഖലീഫാകുമായിരുന്നു എന്ന് ജനങ്ങൾ വിചാരിക്കുന്ന ഒരു നിലയിൽ എത്തിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അള്ളാഹുവിന് അത് അംഗീകരിക്കപ്പെട്ടതായിരുന്നില്ല. അള്ളാഹു അദ്ദേഹത്തെ തട്ടിക്കളഞ്ഞു. അല്ലേ? എന്തുകൊണ്ട് അദ്ദേഹം പരാജയപ്പെട്ടു?
എന്തുകൊണ്ട് മുസ്ലിം ലോകത്തെ ഈ വിഭാഗം സഹായിച്ചില്ല? അപ്പൊ അദ്ദേഹം പരാജയപ്പെടുത്താനുണ്ടായത്. അതിന് ഇപ്പോഴും ഇതിനെ സംബന്ധിച്ചുള്ള ചിന്ത റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമിയുടെ സമ്മേളനങ്ങളിൽ പലപ്പോഴും പ്രകടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ഖലീഫ വേണ്ടതാണ് എന്ന് പല മുസ്ലിം സംഘടനകളും പലമും മേരിക്കുന്നിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട ഇസ്ലാമും സംഘടിത ജീവിതവും എന്ന പുസ്തകം, അതിന്റെ അസൽ പുസ്തകത്തിന്റെ പേര് ഇസ്ലാം ഒരു ഇജ്തിമാഇയ്യത്ത് എന്നാണ്. അത് മൗലാന സദറുദ്ദീൻ ഇസ്ലാഹി ആണ് അതിന്റെ കർത്താവ്. അതിന്റെ മലയാള പരിഭാഷയിൽ പറയുന്നു, അപ്പോൾ ഖിലാഫത്ത് വ്യവസ്ഥിതിയുടെ സംസ്ഥാപനം മുസ്ലിംകളുടെ നിർബന്ധ കർത്തവ്യമാണെന്ന് സ്പഷ്ടമായി. മുസ്ലിംകൾ ഈ ഉത്തരവാദിത്വം മനസ്സിലാക്കി പ്രവർത്തിച്ചേ തീരൂ. മനസ്സിലാക്കണേ, ഖിലാഫത്ത് വ്യവസ്ഥിതിയുടെ സംസ്ഥാപനം മുസ്ലിംകളുടെ നിർബന്ധ കർത്തവ്യമാണെന്ന് സ്പഷ്ടമായി. മുസ്ലിംകൾ ഈ ഉത്തരവാദിത്വം മനസ്സിലാക്കി പ്രവർത്തിച്ചേ തീരൂ. ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണമാണ്, ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് അവിടുന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. അപ്പൊ അവർക്കും ഒരു ഖലീഫ വേണം എന്നുള്ള ആഗ്രഹമുണ്ട്. മൗദൂദി സാഹിബും ഖിലാഫത്തിനെ സംബന്ധിച്ച് വളരെയധികം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം വിഭാവനം ചെയ്തിരുന്ന ആ ഹുക്കൂമത്ത് ഇലാഹി അത് കണ്ടുമരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇന്നുവരെ അദ്ദേഹം വിഭാവനം ചെയ്യുന്ന ഒരു ഹുക്കൂമത്ത് ഇലാഹി ലോകം കണ്ടില്ല. അപ്പൊ അദ്ദേഹം വിഭാവനം ചെയ്ത ആ ഹുക്കൂമത്ത് ഇലാഹിയിലും ഖിലാഫത്ത് ഉണ്ടാവണം എന്താണ് അദ്ദേഹം പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഹുക്കൂമത്ത് ഇലാഹിയുടെ നേതാവ് ഖലീഫയായിരിക്കണമെന്ന്. അപ്പൊ ഇന്നും മുസ്ലിം ലോകം അതിന് ശ്രമിച്ചിട്ടും ഖിലാഫത്ത് പുനഃസ്ഥാപിക്കാൻ സാധിച്ചില്ല എന്നൊരു പരമാർത്ഥമാണ്. എന്തെല്ലാം ഖിലാഫത്തിനെ സംബന്ധിച്ച കോലാഹലങ്ങൾ നടന്നു നിങ്ങൾക്കറിയാമല്ലോ. 1921 തെക്കേ മലബാറിന്റെ ലഹള ഖിലാഫത്ത് ലഹളയായിരുന്നുവല്ലോ. ഖിലാഫത്ത് പുനഃസ്ഥാപിക്കലായിരുന്നു അവരുടെ അടിസ്ഥാനപരമായിരിക്കുന്ന ഉദ്ദേശം. അവര് തിരുവരങ്ങാടിയിലെ ജുമാഅത്ത് പള്ളിയിൽ വന്യവയോധികനായ ആലി മുസ്ലിയാരെ ഖലീഫയായി അഭിഷേകം ചെയ്തു. പക്ഷെ 10 ദിവസം മാത്രമേ ആ ഖിലാഫത്ത് എന്നുള്ളൂ. അതും തിരുവരങ്ങാടി ജുമാഅത്ത് പള്ളിയുടെ അകത്ത് മാത്രം പരിമിതമായിരുന്നു. 1921 ആഗസ്റ്റ് 21 തീയതിയാണ് ആലി മുസ്ലിയാർ ഖലീഫയായി അഭിഷേകം ചെയ്യപ്പെട്ടത്. അതേ ആഗസ്റ്റ് തന്നെ 10 ദിവസത്തിന് ശേഷം ആഗസ്റ്റ് 31 തീയതി ബ്രിട്ടീഷുകാർക്ക് കീഴൊതുങ്ങി. അദ്ദേഹത്തെയും 13 അനുയായികളെയും കോയമ്പത്തൂർ ജയിലിൽ കൊണ്ടുപോയി തൂക്കിക്കൊന്നു. ബാക്കി ആളുകളെല്ലാം അന്തമാനിലേക്ക് നാടുകടത്തി. കുറെ ആളെ കൊന്നു കഴിഞ്ഞു. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ പരിശ്രമത്തിന്റെ അന്ത്യം. കുറ്റപ്പെടുത്തിക്കാരനായിരുന്നു അദ്ദേഹം. വിചാരിച്ച് നമ്മളെല്ലാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഖിലാഫത്ത്, ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് തുർക്കിയുടെ നമ്മുടെ ഖലീഫയെ പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് ഈ ഗവൺമെന്റിനെ ഇവിടുന്ന് കെട്ടും കെട്ടി പറഞ്ഞേക്കണം, നമുക്ക് ഖിലാഫത്ത് പുനഃസ്ഥാപിക്കണം. ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം, അദ്ദേഹത്തിന്റെയും അനുയായികളുടെയും. പക്ഷെ അദ്ദേഹത്തിന് ഖലീഫയാകാൻ സാധിച്ചില്ല. അപ്പൊ ഇങ്ങനെ ഇതെന്തുകൊണ്ട് മുസ്ലിം ലോകം ഈ വിഷയത്തിൽ പരാജയപ്പെടുന്നു? അതൊരു വശത്ത് നോക്കുക. ഇങ്ങനെ തങ്ങളുടെ കരബലം കൊണ്ട് മാത്രം ദൈവികാനുഗ്രഹമായ ഖിലാഫത്ത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലോകം പല പ്രകാരത്തിലും പല ദേശത്തും പല കോൺഫറൻസ് മുഖേനയും പരിശ്രമിച്ചിട്ടും അതിനെല്ലാം അല്ലാഹു പരാജയപ്പെടുത്തുന്നു. മറുവശത്ത് കേവല ന്യൂനപക്ഷമായിരിക്കുന്ന അഹമ്മദിയ ജമാഅത്തിൽ ഖിലാഫത്ത് പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. 16-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദും വാഗ്ദത്തം ചെയ്യപ്പെട്ട ഇമാം മഹ്ദിയും മസീഹുമായി അല്ലാഹു തആല നിയോഗിച്ചയച്ച ഹദരത്ത് മിർസാ ഗുലാം അഹമ്മദ് അലൈഹിസ്സലാം തന്നെയാണ് ഈ പുനഃസ്ഥാപിക്കപ്പെട്ട ഖിലാഫത്ത് പരമ്പരയിലെ 1ാമത്തെ ഖലീഫ. അതായത് അതങ്ങനെ പറഞ്ഞാൽ മാത്രമേ പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിച്ചു. അതായത് ഖലീഫയെ ചിലപ്പോൾ അള്ളാഹു നേരിട്ട് തന്നെ നോമിനേറ്റ് ചെയ്യുമെന്ന്, അള്ളാഹു താൻ തന്നെ നിയമിക്കുമെന്ന്. ബനൂ ഇസ്രായേൽ സമുദായത്തിൽ ദാവൂദ് നബിയും സുലൈമാൻ നബിയും എല്ലാം ഖലീഫമാരായിരുന്നു. യൂശ നബിയും അങ്ങനെ പല പ്രവാചകന്മാരും വന്നിട്ടുണ്ടായിരുന്നു. അവരെ അള്ളാഹു നേരിട്ട് തന്നെ നിയമിച്ചായിരുന്നു. അവരങ്ങനെ ഖലീഫമാരായിരുന്നു സമുദായത്തിലെ. അവർ മൂസാ നബിയുടെ ശരീഅത്തിൽ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള ഖലീഫമാരായിരുന്നു അവർ. അപ്രകാരം തന്നെ ബനൂ ഇസ്രായേൽ സമുദായത്തിൽ മോമിൻകളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഖലീഫമാരും ഉണ്ടായിട്ടുണ്ടായിരുന്നു. 2 പ്രകാരത്തിലുണ്ട്. മുസ്ലിം സമുദായത്തിലും അതേ പ്രകാരം സാദൃശ്യം എന്ന് പറയുമ്പോൾ 100% കാര്യത്തിലും സാദൃശ്യം വേണ്ടതില്ലല്ലോ. ആദ്യം ഇവിടെ ഉണ്ടായത് അങ്ങനെയല്ല. നബി തിരുമേനി വഫാത്തായ ഉടനെ മോമിൻകളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഖലീഫമാരാണ് ഉണ്ടായത്. ആ പരമ്പര വന്നു, പിന്നെ വ്യതിയാനം വന്നു, പിന്നെ ഒടുവിൽ
നുബുവത്തിന്റെ മാർഗത്തിലൂടെ ഖിലാഫത്ത് പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് പറഞ്ഞുവല്ലോ. അതെങ്ങനെയാണത്? അല്ലാഹു തആല താൻ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖലീഫയായിട്ട്, ആത്മീയ നേതാവ്, സന്തതിയായിട്ട് വാഴത്ത് മഹദിയെ എഴുന്നേൽപ്പിച്ചു. അദ്ദേഹം തന്നെ ഒന്നാമത്തെ ഖലീഫയായിരുന്നു. അതായത് ഈ രണ്ടാം ഘട്ടത്തിലെ ഒന്നാമത്തെ ഖലീഫ. അപ്പൊ അദ്ദേഹം അള്ളാഹുവിനാൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട, അള്ളാഹുവിനാൽ നിയുക്തനായിരിക്കുന്ന ഇസ്ലാമിലെ ഖലീഫയായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹം മുഖേനയാണ് ഇസ്ലാമിക ഖിലാഫത്ത് പുനഃസ്ഥാപിക്കപ്പെട്ടത്. അദ്ദേഹം വഫാത്തായപ്പോൾ വീണ്ടും മുഅ്മിനുകളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഖലീഫമാരുണ്ടാവുക എന്ന ആ വ്യവസ്ഥിതി നടപ്പിൽ വന്നു. 1908 അദ്ദേഹം ചരമം പ്രാപിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ജമാഅത്തിലെ വന്യവയോധികനും ഏറ്റവും വലിയ പണ്ഡിതനും ആയ അല്ലാമ നൂറുദ്ദീൻ സാഹിബിനെ ഒന്നാം ഖലീഫയായി തെരഞ്ഞെടുത്തു. അദ്ദേഹം വഫാത്തായപ്പോൾ ഹജരത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് സാഹിബ് ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം വഫാത്തായപ്പോൾ ഹജരത്ത് ഹാഫിദ് മിർസ നാസിർ അഹമ്മദ് സാഹിബ് ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം വഫാത്തായപ്പോൾ ഹജരത്ത് മിർസ താഹിർ അഹമ്മദ് സാഹിബ് ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിനെ അള്ളാഹു തന്റെ പ്രവൃത്തി കൊണ്ട് അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ന് അഹമ്മദിയ ജമാഅത്തിലാണ് ഖലീഫമാരുള്ളത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ശരിയായ അർത്ഥത്തിൽ ഇസ്ലാമിക ജമാഅത്ത് എന്ന പേരിന് അർഹമായിരിക്കുന്ന ഒരു ജമാഅത്ത് അഹമ്മദിയ ജമാഅത്ത് മാത്രമാണ്. ഈ ജമാഅത്ത് മാത്രമാണ് ഇന്ന് ഒരു ഖലീഫയുടെ മേൽനോട്ടത്തിലായിട്ട് മുഴുവൻ ലോകത്തും ഇസ്ലാമിന്റെ ജിഹാദ് നടത്തുന്നവരായിരിക്കുന്ന മുജാഹിദീങ്ങളായ ജമാഅത്ത് എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും തെറ്റിദ്ധാരണ തീർക്കുന്നതിന് വേണ്ടി ഞാൻ അവിടെ വിശദീകരണം നൽകുന്നു. ജിഹാദ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തന്നെ ബലപ്രയോഗപരമായ ജിഹാദല്ല, സമാധാനപരമായ നിലയിൽ സത്യപ്രചരണം ചെയ്യുക എന്ന അർത്ഥത്തിലുള്ള ജിഹാദ് മാത്രമാണ്. ആ ജിഹാദാണ് ഞങ്ങൾ ചെയ്യുന്നത്. എൻ്റെ പ്രസംഗം വിചാരിച്ചതിലും കൂടുതൽ നീണ്ടുപോയെന്ന് തോന്നുന്നു. ഇവിടെ മറ്റ് പ്രാസീനന്മാരുടെ പ്രസംഗം നടക്കേണ്ടതുണ്ട്. ഞാൻ ഇത്രയും കൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസംഗം നിർത്തുകയാണ്.